പൂങ്കൊടി ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? എന്നെ വിദ്യ പഠിപ്പിക്കാമെന്ന് ഗുരു സമ്മതിച്ചു. ഗുരുവിനെന്താ പെട്ടെന്നങ്ങനെ തോന്നാൻ? ക്ഷേത്രത്തിലെ മേൽശാന്തി തിരുമേനി അവിടെ വന്നിരുന്നു. തിരുമേനി വേണ്ട ഒത്താശ ചെയ്തപ്പോഴാ ഗുരു സമ്മതിച്ചത്. ഗുരുകുല വിദ്യാഭ്യാസ പ്രകാരം പഠിപ്പിക്കാന്നാ സമ്മതിച്ചത്. അപ്പോ ഗുരുവിന്റെ തറവാട്ടിൽ താമസിച്ച് പഠിക്കേണ്ടി വരൂ നിനക്ക്? ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായപ്രകാരമാണെങ്കിൽ അങ്ങനെ വേണ്ടിവരും. ശ്രീകൃഷ്ണന്റെ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കഥ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? പക്ഷേ കുടില് വിട്ട് പിരിഞ്ഞു നിൽക്കാൻ അമ്മ സമ്മതിക്കോ എന്തോ? അതൊക്കെ ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. എന്തായാലും പൂങ്കൊടി ഭഗവാന് പാലഭിഷേകം ചെയ്യുന്നതിന്റെ നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങി. എന്നാ ഞാനിത് പോയി അമ്മയോട് പറയട്ടെ. അടുത്ത ഗ്രാമത്തിലൊരു ശിവക്ഷേത്രമുണ്ട്. അവിടെ വർഷം തോറും നടത്തിവരാറുള്ള ഉത്സവാഘോഷങ്ങൾ ഉടനെ ആരംഭിക്കുകയാണ്. കുങ്കുമാർച്ചനയാണ് ആ ക്ഷേത്രത്തിലെ വിശേഷ വഴിപാട്. ഈ ക്ഷേത്രത്തിലും ഇടയ്ക്കിടെ കുങ്കുമാർച്ചന വഴിപാട് നടക്കുന്നുണ്ടല്ലോ തിരുമേനി? ഉണ്ട്. ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേക വഴിപാടുകൾക്കാണല്ലോ പ്രാധാന്യം. തൃക്കടയൂർ ദേവന് പാലഭിഷേകവും ഭസ്മലേപനവും ഒക്കെയാണ് ബഹുപത്യം. അതെ. നാം പറഞ്ഞതായ ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന നടത്തുന്നത് നന്നായിരിക്കും. ആരോഗ്യരക്ഷ, മനസ്സമാധാനം, ധനാഭിവൃദ്ധി, ദീർഘായുസ്, ഇതൊക്കെയാണ് ഫലസിദ്ധി. അസൗകര്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഒരു സമൂഹ കുങ്കുമാർച്ചന വഴിപാട് നടത്തുക. നമുക്ക് ആ ക്ഷേത്രത്തിലൊന്ന് പോയാലോ മുത്തശ്ശി? പോകാം. വരൂ. നീ എന്താ ആലോചിക്കുന്നത്? കുങ്കുമാർച്ചന വഴിപാടിനെ കുറിച്ച് തന്നെ. അത് നടത്തണം മുത്തശ്ശി. നടത്താം, വാ. അയൽനാട്ടിലെ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് തിരുമേനി പറഞ്ഞ കേട്ടപ്പോ എനിക്ക് ആ ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന നടത്തണം മുത്തശ്ശി. അതിനെന്താ? കുങ്കുമാർച്ചന വീടിനും നാടിനും ഒരേപോലെ പുണ്യം ചെയ്യുന്ന മഹത്തായ ഒരു വഴിപാടാണ്. നീ ഇപ്പോഴേ വ്രതം എടുത്തോളൂ. കുങ്കുമാർച്ചനയ്ക്ക് ഒരുപാട് കുങ്കുമം വേണ്ടിവരും കുട്ടി. ഓരോ ഭവനത്തിലും കയറി കുങ്കുമം ശേഖരിക്കണം. ഭിക്ഷയായി കിട്ടുന്ന കുങ്കുമം കൊണ്ടുള്ള അർച്ചനയാണ് ഏറെ ശ്രേഷ്ഠമായതെന്ന് കേട്ടിട്ടുണ്ട്. എങ്കിൽ ഭവനങ്ങൾ തോറും നടന്ന് കുങ്കുമം ശേഖരിക്കാൻ ഞാനും നിന്നോടൊപ്പം വരാൻ പൂങ്കുടി. ചേച്ചി കുങ്കുമാർച്ചനയ്ക്ക് വ്രതം നോൽക്കുന്നില്ലേ? നീ നടത്തുന്ന കുങ്കുമാർച്ചന നമ്മളെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണല്ലോ. നീയും മീനാക്ഷി ചേച്ചിയും കൂടെ നടത്തുന്ന ഓരോ വഴിപാടുകളുടെയും ഗുണഫലങ്ങൾ കിട്ടുന്നത് നിനക്കല്ല, എനിക്കും മുത്തശ്ശിക്കും വസുമതി ചേച്ചിക്കും ഒക്കെയാ. ശരിയാണ്. നിങ്ങളുടെ ശിവാലയ യാത്ര എന്നെയും വസുമതിയെയും രക്ഷിച്ചു. കനി കാരാഗ്രഹത്തിൽ നിന്ന് മോചിതയാവുകയും ചെയ്തു. മീനാക്ഷി, എന്താ അമ്മേ? കുങ്കുമാർച്ചന വഴിപാടിന് നീയും പൂങ്കൊടിയോടൊപ്പം കൂടിക്കോളൂ. ശരി അമ്മേ. അമ്മേ, കുറച്ച് ഭസ്മം വേണമായിരുന്നു. മീനാക്ഷി, മീനാക്ഷി, കാര്യമായ ആലോചനയിലാണല്ലോ. എന്താ വിഷയം? കുങ്കുമാർച്ചന വഴിപാടിനെ കുറിച്ചാ. അതിന്റെ മഹത്വത്തെക്കുറിച്ച് തിരുമേനി അമ്മയൊക്കെ നിന്നോട് പറഞ്ഞതാണല്ലോ. അതുകൊണ്ടാ
ഞാനത് കാര്യമായി എടുത്തത്. അടുത്ത ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിൽ പോയി എനിക്ക് ആ വഴിപാട് നടത്തണം. അതിന് മുത്തശ്ശിയുടെയും ചേച്ചിയുടെ സഹായം ഉണ്ടാവണം. അത് കൊള്ളാം. നിന്റെ ന്യായമായ ഏത് ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പം കൂടാറില്ലേ? ഹീനജാതിക്കാരിയെന്ന് വിളിച്ച് നിന്നെ പലരും ആക്ഷേപിക്കുന്നുണ്ടല്ലോ. അക്ഷരം പഠിച്ചു വേണ്ട ഇഷ്ട വഴിപാടുകൾ അനുഷ്ഠിച്ചുമൊക്കെ ആ ഹീനത്വം നീ മാറ്റിയെടുക്കണം. നിന്നെ ഒരു സവർണയായ മിടുക്കിയാക്കാൻ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ഉണ്ടാവും. നന്ദി ചേച്ചി, നന്ദി മുത്തശ്ശി. അമ്മേ, എന്താ മോളെ? അടുത്ത നാട്ടിൽ പേര് കേട്ടൊരു ശിവക്ഷേത്രമുണ്ട്. അവിടുത്തെ പ്രധാന വഴിപാടാണ് കുങ്കുമാർച്ചന. എനിക്ക് ആ ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന നടത്തണം അമ്മേ. മുത്തശ്ശി മീനാക്ഷി ചേച്ചിയൊക്കെ സമ്മതിച്ചു. ഇനി അമ്മയുടെ സമ്മതം കൂടെ മതി. മോളെ, നിന്റെ പൂജയും പ്രാർത്ഥനയും കൊണ്ടാ അമ്മയ്ക്ക് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാനായത്. നീ ഇനിയും എന്ത് പ്രാർത്ഥനയും വഴിപാടും നടത്തിക്കോ. അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാ. വള്ളിയമ്മയും മീനാക്ഷി സമ്മതിക്കുന്ന ഏത് കാര്യത്തിനും അമ്മയ്ക്ക് വിസമ്മതം ഉണ്ടാവില്ലെന്ന് നിനക്കറിയില്ലേ? അവർ നമുക്ക് അന്യരല്ല മോളെ. പൂർവ്വജന്മത്തിലെ ഏതോ കർമ്മബന്ധം അവര് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. എല്ലാം എനിക്ക് അറിയാം അമ്മേ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത്ര കാലവും നീ പൂജയും വഴിപാടും ഒക്കെ നടത്തിയത് പ്രധാനമായും അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നല്ലോ. ഭഗവാൻ എനിക്ക് ആരോഗ്യം വീണ്ടെടുത്ത് തന്നു. ഇനിയെങ്കിലും നിന്റെ ജീവിത നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കുങ്കുമാർച്ചന നിന്റെ ശുഭകരമായ ഭാവി ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കണം മോളെ. ഞാൻ കൊച്ചുകുട്ടിയല്ലേ അമ്മേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇനി എത്രയോ സമയം കിടക്കുന്നു. മീനാക്ഷി ചേച്ചിയുടെ ശുഭകരമായ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വള്ളിമുത്തശ്ശിക്ക് മനസ്സമാധാനം ഉണ്ടാകണം. കനിച്ചേച്ചിക്ക് യോഗ്യനായൊരു ചെക്കനെ കിട്ടണം. അതിനുവേണ്ടി കുങ്കുമാർച്ചന അവർക്ക് വേണ്ടി സമർപ്പിക്കും അമ്മേ. മോളെ പൂങ്കുടി, നിന്റെ ഈ മാനസിക വലിപ്പത്തിന് മുന്നിൽ അമ്മ തീരെ ചെറുതായി പോകുന്നു. മോളുടെ ആഗ്രഹം പോലെ ശിവക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന നടത്തിക്കോളൂ. ശരി അമ്മേ. ഭഗവാനെ, അയൽദേശത്തുള്ള ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്താമെന്ന് ഞാൻ നേർച്ച നേർന്നിരിക്കുക. കുങ്കുമാർച്ചനയ്ക്ക് തടസ്സമൊന്നും വരുത്താതെ അനുഗ്രഹിക്കണേ ദേവാ. പൂങ്കുടി, നിന്റെ കുങ്കുമാർച്ചന നേർച്ചയിൽ ഞാനും പങ്കുചേരുന്നു. എന്താ വിരോധമുണ്ടോ നിനക്ക്? ഒരു വിരോധവും ഇല്ല. വളരെ സന്തോഷമേ ഉള്ളൂ. അയൽദേശത്തെ ക്ഷേത്രത്തിൽ പോവാൻ എനിക്കൊരു കൂട്ടാകുമല്ലോ. അങ്ങനെയെങ്കിൽ ഞാനും വ്രതത്തിലാണ്. ചേച്ചി ഇവിടെ ഇരുന്ന് പൂജ ചെയ്ത് പ്രാർത്ഥിക്കും. ഞാൻ പോയി അഭിഷേകത്തിനുള്ള പാലും വാങ്ങി വരാം. അങ്ങനെയാകട്ടെ.
ഇതെവിടെ പോയി? പൂങ്കൊടി കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല. മഹാഭക്തിയായ പൂങ്കൊടിയുടെ പാലഭിഷേകം മുടക്കിയാൽ എനിക്കത് വലിയ ഇച്ഛാഭംഗത്തിനിടയാക്കും. ദാ പാല്. അടുത്ത ഗ്രാമത്തിലുള്ള ശിവക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്താന്ന് എനിക്ക് നേർച്ചയുണ്ട്. നന്നായി. കുങ്കുമാർച്ചന ഭഗവാന് ബഹുപഥ്യമാണ്. പ്രത്യേകിച്ചും കൊച്ചുകുട്ടിയായ പൂങ്കൊടിയുടെ നിഷ്കളങ്കമായ ഭക്തി കൂടിയാകുമ്പോൾ കുങ്കുമാർച്ചനയ്ക്ക് വളരെയേറെ ഫലസിദ്ധിയുണ്ടാകും. പൂങ്കൊടിക്ക് ആവശ്യമായ പാല് ഞാൻ എത്തിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് സർവവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. എന്നാ ഞാൻ പോട്ടെ. അഭിഷേകത്തിനുള്ള പാല് വാങ്ങാൻ പോയിട്ട് നീ എന്തത്ര വൈകിയത്? പാല് കിട്ടിയില്ല അങ്ങുന്നേ. സ്ഥിരമായി പാല് തരാറുള്ള പശുവിന് അസുഖം ബാധിച്ചു. അതുകൊണ്ട് ഇത് കറക്കാൻ പറ്റിയില്ല അത്രേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അഭിഷേകം മുടക്കാനോ? നമ്മെ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ഒരു കാരണവും കാത്തിരിക്കാം മഹാരാജൻ. അധികാരിയുടെ പിടിപ്പുകേട് മൂലം പാല് കിട്ടാതെ അഭിഷേകം മുടങ്ങിയെന്ന് തിരുമനസ്സിന് അറിയിക്കാൻ ഒരു തലതിരിഞ്ഞ മേൽശാന്തിക്കാരനുണ്ടല്ലോ ഇവിടെ. വളർമതി, എങ്ങനെയെങ്കിലും അഭിഷേകത്തിനുള്ള പാല് എത്തിച്ചിരിക്കണം. അങ്ങനെ ആ പൂങ്കൊടി ഒരു പാൽക്കാരന്റെ പക്കൽ നിന്ന് പാൽ വാങ്ങുന്നത് ഞാൻ കണ്ടു. അവൾ അയൽദേശത്തെ ശിവക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുന്നുണ്ടത്രേ. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ പൂങ്കൊടി വിചാരിച്ച പാല് കിട്ടും. ഓ, ഇനി ആ നാശത്തിനെ നാം ആശ്രയിക്കണോ? ആശ്രയിക്കാനോ? അധികാരിയുടെ സ്ഥാനത്ത് തന്നെ കർശനമായിട്ട് കൽപ്പിക്കണോ അങ്ങുന്നേ? പൂങ്കൊടി പൂങ്കുല പോലെ വിറച്ചു തുള്ളി പാൽ എത്തിച്ചിരിക്കും. മേൽശാന്തി ആരെയാ നോക്കുന്നത്? വളർമതിയായി. അഭിഷേകത്തിനുള്ള പാല് വാങ്ങാൻ പോയിട്ട് നേരമെത്രയായി? അഭിഷേകത്തിനുള്ള സമയവുമായി. പാൽ ഇതുവരെ എത്തിയിട്ടില്ല. വളർമതിയല്ലേ ആള്? അഭിഷേകത്തിന്റെ കാര്യമൊക്കെ അവള് മറന്നിട്ടുണ്ടാകും. വഴിയിൽ കണ്ട ആരോടെങ്കിലും പരദൂഷണം പറഞ്ഞു നിൽക്കുകയാവും. അഭിഷേകത്തിനുള്ള പാല് വാങ്ങാനുള്ള ചുമതല കുറച്ചു കാലം മുന്നേ വരെ എനിക്കായിരുന്നു. എന്തോ മേലധികാരി ആ ചുമതല എന്നിൽ നിന്നും മാറ്റിക്കളഞ്ഞു. ഒരു പണത്തിനെങ്കിലും ആദായമില്ലാത്ത പണിക്ക് വളർമതി ചേച്ചി പോവില്ല. അഭിഷേകത്തിനുള്ള
പാല് വാങ്ങുന്നതിലും കാണും വെട്ടുമേനി. ആ ദേ വരുന്നുണ്ടല്ലോ. എന്താ വളർമതി ഇത്ര വൈകിയത്? ഒഴിഞ്ഞ പാത്രവുമായി വന്നിരിക്കുന്നു. അഭിഷേകത്തിലുള്ള പാലെവിടെ? എന്നും പാല് തരുന്ന പശുവിന് എന്തോ കാര്യമായ അസുഖം അത്രേ, അതുകൊണ്ട് കറന്നില്ല, പാലും കിട്ടിയില്ല. എന്തായി പറയുന്നേ? ഈ പ്രദേശത്തെ എല്ലാ പശുക്കൾക്കും അസുഖമില്ലല്ലോ. വേറെ പാല് വാങ്ങി വരാമായിരുന്നില്ലേ? എന്താ മേലധികാര അദ്ദേഹം ഇത്? അഭിഷേകം മുടക്കണമെന്നാണോ? അഭിഷേകം മുടങ്ങില്ല. പൂങ്കൊടി വിചാരിച്ചാൽ പാൽ കിട്ടും. ഇവൾക്കെന്നും ഒരു പാൽക്കാരൻ പശുമ്പാല് കൊടുക്കുന്നുണ്ട്. അയാളിൽ നിന്ന് വാങ്ങിയാൽ മതി. വളർമതി, ആ പാത്രം അങ്ങോട്ട് കൊടുക്ക്. അങ്ങുന്നേ, പെട്ടെന്ന് പാൽ എത്തിച്ചിരിക്കണം. അങ്ങുന്നേ, ആ പാൽക്കാരൻ ആരാണെന്നോ അയാളുടെ പേരെന്താണെന്നോ തറവാട് എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ സമയത്ത് പോയാ അയാളെ കാണാൻ കഴിയില്ല. അതൊന്നും നമുക്കറിയണ്ട. പൂങ്കൊടി പാൽ കൊണ്ടുവരണമെന്ന് അധികാരി കൽപ്പിച്ചാൽ കൊണ്ടുവന്നിരിക്കണം. ആ പാത്രം കൊടുക്ക്. പിടിക്ക്. പോയിട്ട് വാടി. അങ്ങുന്നേ, വെറുതെ നടക്കാത്ത കാര്യം കുട്ടി പറഞ്ഞ് ഏൽപ്പിക്കരുത്. അങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നോ? ഓ, നിങ്ങളൊക്കെ പ്രശ്നക്കാരാണല്ലോ. അപ്പോ പ്രശ്നത്തെ കുറിച്ച് ചിന്തയുണ്ടാവൂ. എന്നാൽ കേട്ടോ, അഭിഷേകത്തിനുള്ള പാല് ഇവള് കൊണ്ടുവന്നില്ലെങ്കിൽ പ്രശ്നം തന്നെയായിരിക്കും. മേൽശാന്തി, ഇപ്പോഴെവിടുന്ന് പാല് കിട്ടാൻ? കരികാലനും വളർമതിയും കൂടി എന്തോ ഭാവിച്ചിട്ടാണല്ലോ. വള്ളിയമ്മ വിഷമിക്കാതെ. പൂങ്കൊടി പോയാൽ പച്ചവെള്ളവും ശുദ്ധമായ പാലായി മാറിയിരിക്കും. പാല് കിട്ടും. കുട്ടി പോയി വരിക. ശരി തിരുമേനി. എത്തിക്കണമെന്നൊക്കെ അധികാരി ശാഠ്യം പിടിച്ചാൽ പൂങ്കൊടി ഈ നേരത്ത് എവിടുന്ന് പാല് സംഘടിപ്പിക്കാനാ? ആ പാൽക്കാരന്റെ ഊരും പേരും ഒന്നും കുട്ടിക്ക് അറിയില്ലല്ലോ മീനാക്ഷി. കരികാലിന്റെ ഒരു സുഗ്രീവാജ്ഞ. ഭഗവാന് പാലഭിഷേകം നടത്താനുള്ള താല്പര്യമൊന്നുമല്ല അയാൾക്ക്. പാല് കിട്ടാതെ പൂങ്കൊടി മടങ്ങി വരുമ്പോ അവളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. പക അടങ്ങിയിട്ടില്ല കരികാലിന്. മോളെ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? പാല് വാങ്ങാൻ പോയില്ലേ? സ്ഥിരമായി എനിക്ക് പശുവും പാൽ തരാറുള്ള ആ പാൽക്കാരൻ എപ്പോ വരൂന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശി. ഭഗവാന് അഭിഷേകത്തിനുള്ള പാല് ഭഗവാൻ തന്നെ കൊണ്ടു തന്നിരിക്കും. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. ഭഗവാനെ, ഈ പ്രശ്നത്തിന് നീ തന്നെ ഒരു വഴി കാട്ടണേ.
നിൽക്കണേ. ഈ വഴി എന്നും പാലുമായി വരാറുള്ള ഒരു പാൽക്കാരന്റെ ഭവനം എവിടെയാ? പാൽക്കാരനോ? ആ, വെളുത്തിട്ട് നല്ല ചന്തമുള്ള ചെറുപ്പക്കാരനാ. അങ്ങനെ ഒരു പാൽക്കാരൻ ഈ ദേശത്തുള്ളതായി ഞങ്ങൾക്കറിയില്ല. ഇവിടെങ്ങും അങ്ങനെ ഒരു പാൽക്കാരൻ വരുന്നതായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അയാളിൽ നിന്നും എന്നും പാല് വാങ്ങുന്നതാണല്ലോ. കുട്ടിക്ക് സ്ഥലം മാറിപ്പോയതായിരിക്കും. വരൂ. സ്ഥലം മാറിപ്പോയെന്നോ? ഇല്ല, എന്നും ഇവിടെ വെച്ചല്ലേ പാല് തരുന്നത്. അയാളുടെ പേരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു. തൃക്കടിയൂരപ്പ വിശ്വനാഥ ഭഗവാനെ, പാലുമായി ചെന്നില്ലെങ്കിൽ ആ കരികാലൻ എന്നെ തല്ലിച്ചതയ്ക്കും. ഭഗവാന്റെ പാലഭിഷേകവും മുടങ്ങും. വിശ്വനാഥ ഭഗവാനെ, കുറച്ച് പാലിന് എന്താണ് മാർഗം? എന്താ പൂങ്കുടി ഈ നേരത്ത് ഇവിടെ? ഞാൻ പാൽക്കാരനെ അന്വേഷിച്ചു വന്നതാ. തൃക്കടയൂരപ്പന് പാലഭിഷേകം നടത്തിയിട്ടില്ല. പാല് വാങ്ങി ചെല്ലാൻ അധികാരി പറഞ്ഞു വിട്ടതാ എന്നെ. അതിനെന്താ, പാലുമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വഴിപോക്കരോട് പാൽക്കാരനെ കുറിച്ച് അന്വേഷിച്ചു. ഇങ്ങനൊരു പാൽക്കാരൻ ഈ ദേശത്തുള്ളതായി അറിയില്ലത്രേ. പാൽക്കാരന്റെ ഭവനം ഈ ദേശത്തല്ലേ? എനിക്ക് പല ദേശത്തും ഭവനങ്ങളുണ്ട് കുട്ടി. എല്ലാവർക്കും എന്നെ അറിയുകയും ചെയ്യാം. ചിലരൊന്നും എന്നെ ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം.